ഈ ഡൊണാൾഡ് ട്രംപിനെ നിയന്ത്രിക്കാൻ വൈദ്യുത കാന്തിക തരംഗങ്ങൾ റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഇറാനും ഒക്കെ ഉപയോഗിക്കുന്നെന്ന് ഒരു ചാനലിൽ വാർത്ത കണ്ടു. ഒരു ഇസ്രയേലി ചാനലാണ് അങ്ങനെ പറഞ്ഞത്. ആ ഇസ്രയേലി ചാനൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ശരിയാണോ? അതെ, താങ്കൾ കണ്ടത് ശരിയാണ്. ഇസ്രയേലിലെ ചാനൽ 14 എന്ന ടെലിവിഷൻ ചാനലിൽ ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വാർത്ത ഒരു ശാസ്ത്രീയമായ വിവരമല്ല, മറിച്ച് പരിപാടിയിൽ പങ്കെടുത്ത ഒരു അതിഥി നടത്തിയ വിചിത്രമായ വാദം മാത്രമാണ്. അല്ലാതെ ആ ചാനൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതൊന്നുമല്ല. ഞാൻ ജെമിനിയോട് ചോദിച്ചതാണ്. ജെമിനി പറഞ്ഞ ഉത്തരമാണ് നിങ്ങൾ കേട്ടത്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു വാർത്ത വലിയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടു. നമ്മളൊക്കെ സാധാരണ ഈ ട്രംപിൻ്റെ മാനസിക സ്ഥിരതയില്ലായ്മ കാണുമ്പോൾ ഇയാളെ കൊണ്ടുപോയി ലൈറ്റ് അടിപ്പിക്കണം, ഷോക്ക് അടിപ്പിക്കണം, മഞ്ഞ ഗുളിക കൊടുക്കണം, നെല്ലിക്കാത്തളം വെക്കണം എന്നൊക്കെ പറയുമായിരുന്നു. കാരണം ഒരു ദിവസം ഇറാനെ തീർക്കുമെന്ന് പറയും, അന്ന് വൈകുന്നേരം ഇറാനുമായി സമാധാനമെന്ന് പറയും, ഞാനാണ് ലോകരാജാവെന്ന് പറയും, പിന്നെ നമ്മുടെ രാജ്യത്തിനൊക്കെ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയും, നികുതി ഏർപ്പെടുത്തും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ പറയും നരേന്ദ്രമോദി എൻ്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം മഹാനായ ഒരു മനുഷ്യനാണെന്ന് പറയും. ഇത്തരം വിചിത്രമായ ഒരു മാനസിക നിലയുള്ള ആളിനെ ചികിത്സിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ സംഗതി വന്നു കിടക്കുന്നത് എവിടെയാണ്? ഇസ്രായേലിലെ ചാനൽ 14 എന്ന് പറയുന്ന ഒരു ചാനലിലാണ്. അതിൽ പങ്കെടുത്ത യൂറി ഗല്ലാർ എന്ന് പറയുന്ന ഒരു അതിഥിയാണ്, മൈൻഡ് കൺട്രോൾ എക്സ്പേർട്ട് എന്നുള്ള നിലയിൽ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. ഇസ്രായേൽ ദിസ് മോർണിംഗ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ചാനലിൽ കാണുന്ന മോർണിംഗ് ഷോയിൽ പറഞ്ഞത് ട്രംപിനെ വൈദ്യുതി കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ മനോനിലയെ നിയന്ത്രിക്കാൻ റഷ്യയും ഇറാനും ചൈനയും വടക്കൻ കൊറിയയും ചേർന്ന് അതീവ രഹസ്യമായ ഇലക്ട്രോ മാഗ്നറ്റിക് വെപ്പൺസ് ഉപയോഗിക്കുന്നെന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഷോക്ക് അടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ റഷ്യയിലോ ചൈനയിലോ ഇരുന്നു കൊണ്ട് അത് പിന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നും അവിടെ ഇരുന്ന് വാഷിങ്ടണിലും വൈറ്റ് ഹൗസിലും ഇരിക്കുന്ന ട്രംപിൻ്റെ തലയിലോട്ട് ആടിച്ചാടിച്ചാടിച്ചങ്ങോട്ട് കയറ്റുമെന്നാണ് പറയുന്നത്. അപ്പോഴാണത്തെ ട്രംപ് ഈ ചാട്ടം ചാടുന്നത്. സംഗതി വിചിത്രമായി തോന്നുന്നെങ്കിലും ഇനി ട്രംപിൻ്റെ മേൽ നടന്നില്ലെങ്കിലും നാളുകളിൽ ഇങ്ങനെയൊക്കെ നടക്കാവുന്ന കാലം അതിവിദൂരമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് ഉപയോഗിച്ചാണ് ദൂരെ നിന്ന് ഇന്ന് സാറ്റലൈറ്റുകളും സംവിധാനവും ഒക്കെ ഉള്ളതുകൊണ്ട് ട്രംപിൻ്റെ തല അങ്ങോട്ട് ഫോക്കസ് ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് ഇത് അടിച്ചങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ട്രംപ് ചാടുകയാണ്, ട്രംപ് ഓടുകയാണ്, ഇതൊക്കെ ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്നറിയോ? ട്രംപ് മലക്കം മറിഞ്ഞ് ഇറാനുമായി കരാറുണ്ടാക്കിയത് ഒട്ടും ഇസ്രയേലി താല്പര്യങ്ങൾക്ക് യോജിച്ചതായിരുന്നില്ല. ആ താല്പര്യങ്ങളുമായി യോജിച്ചു പോകാത്തതുകൊണ്ട് അതിൻ്റെ പേരിൽ ഭയങ്കരമായ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഇസ്രയേലിൽ നുരഞ്ഞു പൊന്തുകയാണ്. നെതന്യാഹു ഒക്കെ തന്നെ പല സ്റ്റേറ്റ്മെൻറ്റുകളുമായി രംഗത്ത് വന്നു. കാരണം മുഖം രക്ഷിച്ചേ മതിയാവൂ. ഇറാൻ ഗോളടിച്ചു. ഫിഫ വേൾഡ് കപ്പിൽ ഇറാൻ തോറ്റെങ്കിലും ഈ കളിയിൽ ഇറാനാണ് ജയിച്ചത്. ഇറാൻ പൊളിച്ചടുക്കി എന്നൊക്കെ പറയുന്നത് പോലെ സാമ്പത്തിക സഹായങ്ങൾ പ്രവഹിക്കുന്നു, ഇറാൻ്റെ എണ്ണ ഒഴുകുന്നു. ഇതൊക്കെ വരുമ്പോഴേക്കും ലോകത്ത് ഈ പറയുന്ന എണ്ണവിലയൊക്കെ കുറഞ്ഞ് മനുഷ്യൻ്റെ ജീവിതം വളരെ സുഖകരമാവുമെങ്കിലും അസുഖകരമായ കാലമാണ് ഇനി ഇസ്രയേലിനെ കാത്തിരിക്കുന്നതെന്ന ബോധം ഇസ്രയേലിനുള്ളതുകൊണ്ടാണ് എന്നാൽ ഏറ്റവും ഒക്കച്ചങ്ങായിയായ ട്രംപിന് സ്വാഭാവികമായി നിലനിൽപ്പിന് വേണ്ടി പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ ഭീതിയാണ് എന്നൊക്കെ സമ്മതിക്കാനും ഒരു പ്രയാസം. അതുകൊണ്ടാണ് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് അങ്ങോട്ട് കടത്തിവിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. എപ്പടി ഇருக்கு? സന്തോഷമായില്ലേ? ഇസ്രയേൽ ദിസ് മോർണിംഗ് എന്ന് പറയുന്നത് പോലെ ജംഗ്ഷൻ ഹാക്ക് ദിസ് മോർണിംഗിൽ മനോഹരമായ ഈ വാർത്ത കൗതുകകരമായും രസകരമായും ട്രോളായുമൊക്കെ ഒരുപാട് ദേശീയ അന്തർദേശീയ ചാനലുകൾ എടുത്തു വെച്ച് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിസ്സാര കാര്യമാണോ? അത്രയും വലിയൊരു ശരീരത്തിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് കടത്തി വിടണമെങ്കിൽ ഒരു പാണ്ടിലോറി കൊള്ളുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് വേണമത്രേ, ഇല്ലെങ്കിൽ കയറൂല്ല.